ഓഗസ്റ്റ് 16 സൂര്യോദയം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസാദസ്മരണയുമായാണ് പ്രകാശിച്ചുയർന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യൻ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് കപ്പൽ കയറിയത്. 400 വർഷത്തിലേറെ നീണ്ടുനിന്ന വിദേശാധിപത്യത്തിനെതിരെ ഇന്ത്യൻ ദേശാഭിമാനം നടത്തിയ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ വിജയസാഫല്യമായിരുന്നു അത്. അത് അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കപ്പെട്ടു. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷവും അർദ്ധരാത്രി. സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ചത് ഇത്തരമൊരു വൈരുദ്ധ്യത്തെയായിരുന്നു. കാരണം അപ്പോഴും ഇന്ത്യ മഹാരാജ്യത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ജാതീയമായ തൊട്ടുകൂടായ്മയുടെയും അയിത്താചരണങ്ങളുടെയും ഇരുളിലാണ്ടുകിടന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷവും അസ്വാതന്ത്ര്യത്തിൻ്റെ നുകം അവർ തോളിൽ വഹിച്ചു. ജാതീയത എന്ന ഈ കറുത്ത സത്യത്തെ മാറ്റിത്തീർക്കുവാനുള്ള നിരവധിയായ ശ്രമങ്ങൾ സ്വാതന്ത്ര്യ സാഫല്യത്തിനു മുൻപ് തന്നെ ഇന്ത്യയിൽ നടന്നിരുന്നു. അതിലേറ്റവും ഉജ്ജ്വലമായ ഒന്നാണ് 1917 കേരളത്തിൽ നടന്ന പന്തിഭോജന പ്രസ്ഥാനം. ബ്രാഹ്മണനും അവർണജാതിക്കാരനും ഒരേ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ഇന്ത്യൻ യാഥാസ്ഥിതിക വ്യവസ്ഥയ്ക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അത്. അതുകൊണ്ടുതന്നെ ഒരു മഹാവിപ്ലവത്തിൻ്റെ വെള്ളിടിയായി അത് ഇന്ത്യൻ ജാതീയതയ്ക്കുമേൽ ആഞ്ഞടിച്ചു. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ വെച്ച് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലുള്ള സഹോദര സംഘമാണ് ഈ മഹാവിപ്ലവത്തിന് അടിത്തറയിട്ടത്. ഇത്തരമൊരു ആരംഭം കേരളത്തിൽ നിന്ന് തന്നെയായത് തികച്ചും സ്വാഭാവികമായിരുന്നു. കാരണം 1892 കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ഈ നാടിനെക്കുറിച്ച് പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഇത്തരമൊരു പ്രസ്താവനയുടെ സത്യാവസ്ഥയെക്കുറിച്ച് പണ്ഡിതർക്കിടയിൽ എതിർവാദങ്ങളുണ്ട്. കാരണം 1892 കേരളം എന്ന സംസ്ഥാനം നിലവിലില്ലായിരുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളം എന്ന് പറഞ്ഞിരിക്കാൻ ഇടയില്ല. അതെന്തു തന്നെയായാലും പിന്നീട് കേരള സംസ്ഥാനമായി സംയോജിപ്പിക്കപ്പെട്ട മലബാർ, ട്രാവൻകൂർ, തിരുക്കൊച്ചി എന്നീ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന അയിത്താചാരണങ്ങളുടെയും അനാചാരങ്ങളുടെയും മതിഭ്രമത്തെപ്പറ്റി ആർക്കും സംശയമില്ല. ഞാൻ ശിവരിയിലെ സന്യാസി സംഘത്തിലെ അംഗമാണ്. എന്നെ കൊങ്ങണങ്കാട് ശ്രീനാരായണ സേവാ മന്ദിരത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു ശിവഗിരിയിൽ നിന്ന്. അങ്ങനെ ഒരു ഏകദേശം 3 വർഷത്തിന് മുകളിലായി ഞാനിവിടെ കഴിയാൻ തുടങ്ങിയിട്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട്. ഈ സ്ഥലത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ സ്ഥാപിച്ചതാണ് ഈ ആശ്രമവും. ഗുരുദേവൻ ഇവിടെ വരുമ്പോൾ, രണ്ടാമത് ഇവിടെ സന്ദർശിക്കുമ്പോൾ ഈ നാട്ടുകാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ക്ഷേത്രം വേണം, ഒരു ഇടം വേണം, അതിന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, നിങ്ങൾ മുരുകൻ്റെ ഒരു പടം വാങ്ങി വെച്ച് വിളക്ക് വെച്ച് ആരാധിച്ചോളും, ക്ഷേത്രം ഉണ്ടായിക്കോളും എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ അവരുടെ ഈ ഒരു ആവശ്യത്തിനുള്ള പ്രധാന കാരണം, ഉത്സവത്തിന് അവർ കാവടിയൊക്കെ ആയിട്ട് ചെന്നപ്പോൾ താണജാതിക്കാരായതുകൊണ്ട് അവരെ അടിച്ചോടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. കേരളീയ ജാതീയത
മനുഷ്യനും മനുഷ്യനുമിടയിൽ ദൂരങ്ങൾ നിയമപ്പെടുത്തിയിരുന്നു എന്നത് ഇന്ന് അവിശ്വസനീയമായിരിക്കാം. കേരള ജാതീയതയുടെ നീരാളിപ്പിടുത്തത്തിനെതിരെ നിരവധി കലാപങ്ങൾ കേരളത്തിൽ മുമ്പ് തന്നെ നടന്നിട്ടുണ്ട്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി 1813 മുതൽ 1859 വരെ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ നടത്തിയ ചാന്നാർ കലാപം, അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി 1931 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹം, 1936 പ്രഖ്യാപിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരം എന്നിവ കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. അതിൽ തന്നെ ഏറ്റവും വിസ്ഫോടകരമായ ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 30 വർഷം മുമ്പ് നടന്ന കേരള പന്തിഭോജന പ്രസ്ഥാനം. അയ്യൻ എന്ന പുലയൻ്റെ ഇലയിൽ നിന്ന് സവർണരായ 22 പേർ ഓരോ പിടിവാരിത്തിന്ന് അതുവരെ നിലനിന്നിരുന്ന ജാതിഭ്രാന്തിൻ്റെ മസ്തകത്തിൽ അത്യുഗ്രമായ പ്രഹരമേൽപ്പിച്ചു. എന്നാൽ പന്തിഭോജന പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ആരംഭം 1917 സഹോദര സംരംഭത്തിൽ നിന്നായിരുന്നില്ല. 1913 ഹരിപ്പാട് ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ നിർമ്മലാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ മിശ്രഭോജനം നടന്നു. അതിനു മുൻപ് തന്നെ ചട്ടമ്പി സ്വാമികൾ മിശ്രഭോജനം നടത്തിയിരുന്നു. 1914 മഞ്ചേരി രാമയ്യർ മിശ്രഭോജനം നടത്തി. രാമയ്യരും 2 ശിഷ്യന്മാരും ഒരു തീയ സമുദായക്കാരൻ്റെ വീട്ടിൽ വിവാഹസദ്യയിൽ പങ്കുകൊള്ളുകയായിരുന്നു. ഈ 3 പേരും സമുദായ ഭ്രഷ്ടിന് വിധേയരായി. എന്നാൽ ഇതൊരു പ്രസ്ഥാനമായി രൂപം കൊണ്ടത് 1917 സഹോദര സംഘം നേതൃത്വം നൽകിയ മിശ്രഭോജന സംഭവത്തോടെയാണ്. മിശ്രഭോജനം നടത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ഒരു സമരായുധമാക്കി മാറ്റുകയായിരുന്നു അവർ. അതിനുവേണ്ടി മുൻകൂട്ടി നോട്ടീസ് അടിച്ചിറക്കി. സഹോദരൻ അയ്യപ്പൻ്റെ വീടിനോട് ചേർന്ന് പറമ്പിലായിരുന്നു മിശ്രഭോജനത്തിലുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. ചോറും ചക്കക്കുരുവും കടലയും ചേർത്ത കറിയുമായിരുന്നു വിഭവങ്ങൾ. 24 പേർ സവർണ സമുദായത്തിൽ നിന്ന് പുലയരായ പള്ളിപ്പുറത്ത് അയ്യനും മകൻ കണ്ണനും വിളമ്പിയ ഭക്ഷണം കഴിച്ചു. ചെറായിലെ വാട്ടക്കടം സ്കൂളിൽ വെച്ച് മാണിക്കുഞ്ചു എന്നയാൾ ഇലയിൽ നിന്ന് ഒരു പിടി വാരിത്തിന്ന് സംഭവത്തിന് തുടക്കമിട്ടു. കുമാരൻ മാസ്റ്ററാണ് അധ്യക്ഷത വഹിച്ചത്. എന്നാൽ അദ്ദേഹം മിശ്രഭോജനത്തിൽ പങ്കുകൊണ്ടില്ല. ഈ മഹാവിപ്ലവത്തിൻ്റെ ഊർജ്ജസ്രോതസ്സുകൾ തിരഞ്ഞു ചെന്നാൽ നമ്മൾ എത്തിച്ചേരുക കേരളത്തിൻ്റെ മഹോത്സവമായ ഓണാഘോഷത്തിലും അതിൻ്റെ നായകനായ മഹാശിവനിലുമാണ്. മഹാശിവനാണ് മിശ്രഭോജനധർമ്മത്തിൻ്റെ ആദിസ്ഥാപകൻ. കേരളത്തിലെ അതിപ്രാചീനമായ നാടൻ പാട്ടുകളിൽ പറയുന്നു മഹാശിവൻ തന്നെയാണ് മഹാബലിയെന്ന്. കേരളത്തിലെ പാട്ടുഗോത്രങ്ങളായ പാണരുടെയും പുലവരുടെയും ആദിമഗാനങ്ങൾ പ്രകാരം മഹാശിവൻ ഓരോ വർഷവും തിരുവോണ നാളിൽ മലനാട് കാണാൻ കടൽ കടന്നു വരുന്നു. ജാതിയോ കുലമോ നോക്കാതെ ഓരോ വീടുകളിലും കയറി ചെന്ന് അന്നമുണ്ണുന്നു. 38 കുലങ്ങളെയും തീണ്ടി തിന്നുന്ന മഹാശിവൻ എന്നാണ് പഴമ്പാട്ടുകൾ വിശേഷിപ്പിക്കുന്നത്. പാണരുടെ ആദിമഗാനങ്ങളിലൊന്നിൽ മഹാശിവന് വ്യാധി വന്ന് ബോധം കെടുന്നു. ഭൂമിയിൽ നിന്ന് കൈലാസത്തിൽ ചെന്ന തിരുവരങ്കൻ എന്ന ആദിപാണനാർ തുടികൊട്ടി ശിവനെ ബോധമുണർത്തുന്നു. വ്യാധി മാറിയ ശിവൻ തിരുവരങ്കനെ അനുഗ്രഹിക്കുന്നു. എൻ്റെ പിറന്നാൾ ദിനമായ തിരുവോണം നാളിൽ ഓരോ വീട്ടിലും കയറിച്ചെന്ന് കൊട്ടിപ്പാടുക, നിനക്കൊരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല. എന്നാൽ നിലവിലുള്ള ഐതിഹ്യമനുസരിച്ച് ഓണാഘോഷത്തിൻ്റെ ഉത്ഭവം വൈഷ്ണവ ബന്ധമാണ് പുലർത്തുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ എന്ന ബ്രാഹ്മണ ബാലൻ കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന അസുര ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നു. വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അനുവാദവും നൽകി. അതാണ് തിരുവോണ ദിനം. എന്നാൽ കേരളത്തിലെ പ്രാചീന ഗാനങ്ങളിൽ ശിവൻ്റെ ജന്മദിനമാണ് തിരുവോണം. വാമനൻ, അസുര ചക്രവർത്തി തുടങ്ങിയ പരാമർശങ്ങളേയില്ല. അതെന്തു തന്നെയായാലും ഓണാഘോഷത്തിൻ്റെ യഥാർത്ഥമായ സന്ദേശം അയിത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയുള്ള കലാപമാണ്. ജാതിക്ക് എതിരെ ഉള്ള പോരാട്ടത്തിൻ്റെ ചിലപ്പോൾ ആദ്യത്തെ പടിയായിരുന്നിരിക്കണം അരൂപ്പുറം പ്രതിഷ്ഠ. അരൂപ്പുറത്ത് ഗുരു കഴിയുന്ന കാലത്ത് അതിനടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൽ, ശിവക്ഷേത്രത്തിൽ ഒരു ഭക്തനുമായിട്ട് അവിടെ പോവുകയുണ്ടായി. ആങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ശിവക്ഷേത്രത്തിൽ. അപ്പോൾ താണജാതിക്കാരായതുകൊണ്ട് അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ, അമ്പലത്തിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ആ കാമ്പൗണ്ടിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ല.
അപ്പോൾ കാമ്പൗണ്ടിന് വെളിയിൽ നിൽക്കുമ്പോഴാണ് ഒരു നായ അതുവഴി കടന്നു പോകുന്നത്. പോയി അമ്പലത്തിൻ്റെ നടയിലൂടെയൊക്കെ പോയി അതങ്ങ് കടന്നുപോയി. അപ്പോൾ ഗുരു പറയുകയുണ്ടായി, നായ്ക്ക് കടക്കാം, മനുഷ്യന് കടക്കാൻ പാടില്ല. അത് ജാതീയതയുടെ അന്നത്തെ ഒരു പ്രത്യേകത, അന്നത്തെ ഒരു ആചാരം. മഹാശിവനെ പോലെ തന്നെ മഹാബലി എന്ന അസുര ചക്രവർത്തിയും ജാതിഭേദങ്ങൾക്ക് അതീതമായി എല്ലാ ഭവനങ്ങളിലും കയറി ചെല്ലുന്നു. കേരളത്തിലെ ഓണക്കലകളായ കുമ്മാട്ടിയും പുലിക്കളിയും പൊട്ടംതെയ്യവുമൊക്കെ ഈ പാരമ്പര്യം പിന്തുടരുന്നു. ഓണത്തിന് ശിവനുമായുള്ള ബന്ധത്തിന് ചരിത്രപരമായ ചില തെളിവുകൾ കൂടെയുണ്ട്. കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുന്നതിനും 7000 വർഷം മുമ്പ് ഈജിപ്തിൽ അത് നടന്നിരുന്നു അത്രേ. അവിടുത്തെ ഓൺ എന്ന ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു അത്. ഓൺ എന്ന പേരിൽ നിന്നാണ് ഓണം എന്ന ആഘോഷമുണ്ടാകുന്നത്. ഓൺ ക്ഷേത്രം ഒരു വിദ്യാപീഠം അഥവാ സർവകലാശാല കൂടിയായിരുന്നു. അതിൻ്റെ നായകൻ കാശിപ്രോ ശിവോ അഥവാ കാശിനാഥൻ എന്ന മഹാശിവനായിരുന്നു അത്രേ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഓണാഘോഷത്തിന് ശിവനുമായുള്ള ബന്ധം അതിൻ്റെ ചടങ്ങുകളിൽ തന്നെയുണ്ട്. ഓണത്തിന് വീടുകളിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന തൃക്കാക്കരപ്പൻ യഥാർത്ഥത്തിൽ ശിവചിഹ്നമായ സ്തംഭമാണ്. ഈ സ്തംഭത്തിൻ്റെ യഥാർത്ഥ നാമം ലങ്ക എന്നാണത്രേ. ലംഗ എന്നാൽ ദീപസ്തംഭം. പ്രപഞ്ച ഊർജത്തിൻ്റെ പ്രതീകമാണിത്. ശിവലിംഗം എന്നത് തെറ്റായ രൂപാന്തരമാണ്. 60 അടി ഉയരമുള്ള ഇത്തരമൊരു സ്തംഭം ഇപ്പോഴും ഈജിപ്തിലെ കെയ്റോ നഗരത്തിലുണ്ട്. ഇവിടെയാണ് പണ്ട് ഓൺ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. സന്മാർഗത്തിൻ്റെ നഗരം എന്നാണ് അക്കാലത്ത് ഇതറിയപ്പെട്ടിരുന്നത്. തങ്ങളുടെ പൂർവികർ കേരളത്തിൽ നിന്നാണ് എത്തിയത് എന്നൊരു വിശ്വാസം ഈജിപ്തുകാർക്കിടയിലുമുണ്ട്. ഇത്രയും തെളിവുകൾ വെച്ച് നോക്കിയാൽ തിരുവോണത്തിന് മഹാശിവൻ എന്ന മഹാബലി കപ്പലിറങ്ങി കേരളത്തിലെത്തുന്നു എന്ന കേരളീയ പഴമ്പാട്ടുകളിലെ പരാമർശം സ്വാഭാവികമാണെന്ന് കാണാം. കടൽ കടന്ന് കേരളക്കരയിലെത്തിയ മറ്റു ചില ദേവതാദേവന്മാരുണ്ട് കേരളത്തിലെ പഴമ്പാട്ടുകളിലും ഭദ്രകാളി, ഖണ്ഡാകർണൻ, പൂമാല ഭഗവതി എന്നിവർ. മരക്കലം എന്നാൽ കപ്പൽ എന്നാണ് അർത്ഥം. പക്ഷേ മഹാശിവൻ്റെ ഗാനങ്ങൾ മാത്രമേ ഓണവുമായി ബന്ധപ്പെടുന്നുള്ളൂ. മഹാബലി എന്നത് ഒരു പേരല്ല, സ്ഥാനമാണെന്നറിയുക. രാമായണത്തിലെ ബാലിക്കും ഹനുമാനും മഹാബലി എന്ന് വിളിപ്പേരുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയും മഹാബലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുരാണ സങ്കല്പമനുസരിച്ച് തൻ്റെ പത്നി സതി സ്വന്തം പിതാവായ ദക്ഷപ്രജാപതിയുടെ യാഗകുണ്ഡത്തിൽ ചാടി മരിച്ചതിൽ ദുഃഖിതനായ ശിവൻ ഭിക്ഷാന്തേഹിയായി അലയുന്നു. ജാതി കുലഭേദങ്ങൾ നോക്കാതെ എല്ലായിടത്തും കയറിച്ചെന്ന ഈ ശിവഭിക്ഷാടകനാണ് മിശ്രഭോജനധർമ്മത്തിൻ്റെ ആദിപ്രവാചകൻ. ഗൃഹങ്ങൾക്ക് ഭവനം എന്ന് പര്യായമുണ്ടാകുന്നത് തന്നെ മഹാശിവൻ്റെ ഭവൻ എന്ന നാമത്തിൽ നിന്നാണ്. അത്രമേൽ വ്യാപകമായിരുന്നു മഹാശിവൻ്റെ ഭേദരഹിത ധർമ്മം. പിന്നീട് കേരളത്തിൽ ശക്തിയാർജിച്ച ബുദ്ധജൈന ധർമ്മങ്ങളും അതിൻ്റെ തുടർച്ചയായിരുന്നു. ആദിശിവനെപ്പോലെ ബുദ്ധജൈനരും ഭിക്ഷാന്തേഹികളായിരുന്നു. ജാതിഭേദത്തെ തച്ചുടച്ചുകൊണ്ട്
ഐത്തത്തെയും തൊട്ടുകൂടായ്മയെയും പരിഹസിച്ച് ഈ മഹാധർമ്മവാഹകർ എല്ലായിടത്തും കടന്നു എന്ന് ഭിക്ഷയാചിച്ചു. ഈ ഭിക്ഷാടക സംസ്കാരത്തിലാണ് പന്തിഭോജന പ്രസ്ഥാനത്തിൻ്റെ ആദിസ്രോതസ്. എല്ലാ ജാതികളും ഒരമ്മ മക്കളാണെന്ന ഉത്കൃഷ്ട സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പറയിപെറ്റ പന്തിരുകുല കഥകളുടെ നാട്ടിൽ ഏതോ കാരണത്താൽ ആ മഹാധർമ്മ സുഹൃതം നൂറ്റാണ്ടുകളോളം ഇരുളിലാണ്ടുപോയി. പിന്നീട് ആ ഉത്കൃഷ്ട വിചാരം തുയിലുണർന്നു വന്നത് 1917 മിശ്രഭോജന പ്രസ്ഥാനത്തിലൂടെയാണ്. അത് സൃഷ്ടിച്ച ഉത്കൃഷ്ട നവോത്ഥാനം കേരളത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോയി. ഭോജനശാലകൾ മുതൽ കളിക്കളങ്ങൾ വരെ ജാതിയും കുലവും മറന്ന് മലയാളികൾ ഒന്നിച്ചു. ചെറായിയിലെ ആദ്യ പന്തിഭോജനം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. വലിയ തോതിൽ കേരളീയ ജാതിബോധത്തെ മാറ്റിമറിച്ചു. സഹോദര സംഘത്തോടൊപ്പം പന്തിഭോജനത്തിൽ പങ്കെടുത്തവരെല്ലാം സാമൂഹ്യഭ്രഷ്ടിനും പരിഹാസത്തിനും വിധേയരായി. ഇവരെ പുലയച്ചോവർ എന്നും പുലയനായർ എന്നുമൊക്കെ വിശേഷിപ്പിച്ചു. പലരും ശാരീരികമായ കയ്യേറ്റങ്ങൾക്കും വിധേയരായി. ശ്രീനാരായണ ഗുരു മിശ്രഭോജനത്തിന് ആദ്യം വൈമുഖ്യം കാണിച്ചതായി പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ശക്തമായി രംഗത്ത് വന്നു. മനുഷ്യരൊന്നാണ്, അതുകൊണ്ട് ഒന്നിച്ചു ഭക്ഷണം കഴിക്കണം ഗുരു പ്രസ്താവിച്ചു. എന്നാൽ മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ മിശ്രഭോജന പ്രസ്ഥാനം എടുത്തുചാട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ പന്തിഭോജന പ്രസ്ഥാനം ഉയർത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. 1923 പാലക്കാട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സരോജിനി നായിഡു മിശ്രഭോജനം നടത്തി. 1925 ഇടപ്പള്ളിയിൽ നടന്ന സമസ്ത സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യ സമ്മേളനവും മിശ്രഭോജനം സംഘടിപ്പിച്ചു. TR കൃഷ്ണസ്വാമി അയ്യരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മിശ്രഭോജനത്തിൽ പങ്കുകൊണ്ടു. 1928 ആത്മവിദ്യാലയ സംഘം കോഴിക്കോട് ഒരു പുലയ കോളനിയിൽ മിശ്രഭോജനം നടത്തി. മഹാകവി ഉള്ളൂർ അതിൽ പങ്കെടുത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ദളിതന് ഒരു യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ അടുത്ത് താണിക്കുടം എന്നൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ ദളിതൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള വട്ടമുടി അതല്ലെങ്കിൽ ആ ദളിതൻ്റെ പല ആചാരങ്ങളെല്ലാം ഈ അമ്പലത്തിൻ്റെ ഒരു മതിൽക്കെട്ടിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാറില്ല. പലപ്പോഴും ഈ കുതിരവേല അടക്കമുള്ള ഒരു ദളിത കലാരൂപങ്ങളെല്ലാം ഈ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ആചാരമായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത്. ഇതിനെതിരെ ഇവിടുത്തെ ദളിതർ ശക്തമായി പ്രതികരിക്കുകയും കലാപം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഈ കുതിരവേല അടക്കമുള്ള ദളിത കലാരൂപങ്ങളും ദളിത ആചാരങ്ങളും ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ദളിതനെ ഈ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പലപ്പോഴുമായിട്ട് നമ്മളിവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അനുഭവമാണ്. അന്നെല്ലാം ഗുരുദേവൻ ക്ഷേത്രങ്ങൾ ഇനി വേണ്ട, പള്ളിക്കൂടങ്ങളും അതുപോലെ തന്നെ വായനശാലകളും കൂടുതൽ ഉണ്ടാക്കുക. നിങ്ങൾ അത് ഗുരുദേവൻ്റെ ഏതാണ്ട് എല്ലാം കണ്ണാടി പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു സമയം. അപ്പോൾ പിന്നെ അമ്പലങ്ങൾ കൂടുതൽ വേണ്ട എന്നുള്ളൊരു ഇതാണ് ഗുരുദേവന് തോന്നിയത്. എന്നാലും ശരി, എനിക്ക് ഭക്തജനങ്ങളുടെ ആ പ്രാർത്ഥനയെ മാനിച്ചാണ് ക്ഷേത്രം അദ്ദേഹം അത് ബോധാനന്ദ സ്വാമിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ബോധാനന്ദ സ്വാമി ഈ പ്രതിഷ്ഠ അത് ഫോട്ടോ പ്രതിഷ്ഠ നടന്ന നേരത്ത് ഇവിടെ ഈ സവർണർ അതിനെ തടയാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആ പ്രതിഷ്ഠ നടത്തുകയും തന്നെ അദ്ദേഹം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഈ ഇരുവരാതി പിന്നോക്കവർക്കാർക്ക് വളരെ ഐത്തത്തിനും ഐത്തായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ അവഗണനയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ശ്രീനാരായണ ബോധാനന്ദ സ്വാമികളും അതുപോലെ തന്നെ ശിവാനന്ദ സ്വാമികളും അതുപോലെ ഈ രാമാനന്ദ സ്വാമികളും കൂടി ഇവിടെ ഈ പ്രദേശത്തെ അനാചാരത്തിൻ്റെ ഐത്തത്തിനെതിരെ ശരിക്കും ഈ പ്രദേശത്ത് തന്നെ ഒരു പ്രവർത്തനം നടക്കുകയുണ്ട്. അത് അന്നെല്ലാം സവർണരുടെ കടകളായാലും ശരി, മറ്റുള്ളവരുടെ ചായക്കടകളായാലും ശരി, ചായക്ക് കിട്ടിയിട്ട് കോപ്പയിലാണ് ഈ താഴ്ന്ന ജാതികൾക്ക് ചായ കൊടുക്കുക. അത് കഴുകി കമഴ്ത്തി വെച്ച് പോകണം
ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ അപ്പുറം ഭാഗത്ത് ST കോളനി ആയിരുന്നു. അവിടെ അധികൃതർക്ക് കാര്യം പറഞ്ഞാൽ ഏറ്റവും പട്ടികവർക്ക് ഇന്നത്തെ പട്ടികയിൽ ലളിതരായിരുന്നു താമസിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് ST കോളനി തന്നെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം ഗുരുദേവനും അന്നത്തെ ബോധാനന്ദ സ്വാമികളും ശിവാനന്ദ സ്വാമികളും കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റ് ഈ പ്രദേശങ്ങളിലെ കടകളുമെല്ലാം അന്ന് ഒരു കലാവ് പോലെ ഒരു പ്രത്യേക ഒരു പരിഷ്കരണ ഇതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായത്. മഹാശിവകഥയിലൂടെയും തിരുവോണ പുരാവൃത്തത്തിലൂടെയും ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് പഴംപാട്ടുകാർ പാടിപ്പതിപ്പിച്ച് നിലനിർത്തിയ ആ സമഭാവനയുടെ മഹാദീപ്തികൾ എപ്പോഴാണ് ഇരുളടഞ്ഞത്? പഴംപാണന്മാർ പാടുന്നു. മാളിക തീർത്ത് മഹാശിവൻ പാർവതിയോടൊത്ത് കേളികളാടുന്നതിനിടെ വെറ്റിലമുറുക്കി പുകയില വിഷമേറ്റ് അനേകകാലം മഹാശിവൻ ബോധം മറഞ്ഞു കിടന്നുവെന്ന്. ആ കാലങ്ങളിൽ ആദിയോഗീശ്വരൻ നടപ്പിൽ വരുത്തിയ ജാതിഭേദരഹിത സന്ദേശങ്ങൾക്ക് ക്ഷയം ഭവിക്കുകയും എല്ലാവിധ ഉച്ചനീചത്വങ്ങളും തിരിച്ചു വരികയും ചെയ്തു. ഈ ആദികഥ നമ്മുടെ കാലത്തേക്കും വേരുകൾ നീട്ടുന്നുണ്ട്. ഇപ്പോൾ പുരോഗമന ചിന്തയുടെ സുന്ദരഭൂമിയായ കേരളത്തിൽ പോലും ജാതീയത തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കേരളീയ മനുഷ്യൻ പൊതുജീവിതത്തിൽ നിന്ന് മുഖം തിരിച്ച് വ്യക്തിഗത സുഖാസക്തികളുടെ ലഹരിയിൽ അഭിരമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സുശക്തമായ ഒരു രാഷ്ട്രത്തിന് പ്രഥമമായും വേണ്ടത് ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജനതയെയാണ്. ജാതിഭേദവും തൊട്ടുകൂടായ്മയും അതിന് ദുർബലമാക്കുന്നു. ആയതിനാൽ ആദിശിവൻ ചൂണ്ടിക്കാണിച്ച പന്തിഭോജന ധർമ്മം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അവർണ സവർണ ഭേദമില്ലാതെ ഒന്നിച്ചിരുന്നുണ്ണട്ടെ. അന്നം ജ്ഞാനമാണ്, ജ്ഞാനമാകട്ടെ നമ്മൾ ഏകമാണെന്ന ചിന്തയും. 100 വർഷം പിന്നിട്ട കേരള പന്തിഭോജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് പ്രസക്തമാകുന്നു. മഹാശിവൻ്റെ തീർത്ഥാടക കഥയും അതിൻ്റെ ജാതിസമത്വ സന്ദേശവും ആയിരത്താണ്ടുകളായി പാടി നടക്കുന്ന പാണർ സമുദായത്തെക്കുറിച്ചും ഈ സാഹചര്യത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. ഇവർ കേരളത്തിലെ ഒരു ഗാന സമുദായമാണ്. എന്നാൽ മറ്റു പല പേരുകളിലും ഈ ഗാനഗോത്രം ഇന്ത്യയിലൊട്ടാകെയുണ്ട്. ആദ്യകാലത്ത് ഇവർ സൂദർ എന്നറിയപ്പെട്ടിരുന്നത്രേ. ഇവർ കവികളും പണ്ഡിതരും ദൂതരും പുരോഹിതരുമായിരുന്നു. കലാകാരന്മാരായ ഇവരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ പ്രധാന ധർമ്മമായി സംഘകാല കാവ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നു. യുദ്ധത്തിലെ സംഭവങ്ങൾ നേരിൽ കണ്ട് വിവരിക്കുവാനുള്ള ചുമതലയും ഇവർക്കായിരുന്നു. മഹാഭാരത യുദ്ധം ധൃതരാഷ്ട്രരോട് വർണ്ണിക്കുന്ന സഞ്ജയൻ എന്ന സൂതനെ ഓർക്കുക. പാണസമുദായത്തിൻ്റെ ഉത്ഭവം ഗ്രീസിൽ നിന്നാണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. ഗ്രീക്കുകാരുടെ പാൻ എന്ന ദേവനിൽ നിന്നാണത്രേ പാണൻ എന്ന പേരുണ്ടാകുന്നത്. പാൻ ദേവൻ ഗായക ദൈവമായിരുന്നു. പിന്നീട് അപ്പോളോ ദേവനുമായുള്ള മത്സരത്തിൻ്റെ ഫലമായി പാൻ ദേവനും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ഗായക ഗോത്രങ്ങളും ഇന്ത്യയിലേക്ക് ഓടിക്കപ്പെട്ടു. കേരളത്തിൽ ഓണം എന്ന ആഘോഷവുമായി ഇവരുടെ ജീവിതം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. പാണരെ കൂടാതെ പുള്ളോർ എന്നൊരു ഗാനഗോത്രവും കേരളത്തിലുണ്ട്. കേരളത്തിലെ മലയർ, വണ്ണാൻ തുടങ്ങിയ സമുദായങ്ങൾക്കും
ഗാനപാരമ്പര്യമുണ്ട്. എന്നാൽ ശിവപെരുമാളിൻ്റെ ബോധക്ഷയം മാറ്റി അദ്ദേഹത്തിൻ്റെ സമത്വധർമ്മത്തെ പുനഃസ്ഥാപിച്ചവർ എന്ന നിലയിൽ പാണർ സമുദായം സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു.